അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷന് വേണ്ടിയിട്ടാണ്. കാരണം അത് അദ്ദേഹത്തിന്റെ സ്റ്റൈലാണ്. ഒരിക്കൽ ഓർക്കുന്നുണ്ടാവും, മോദി എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു അദ്ദേഹം. അപ്പോ അത് അദ്ദേഹത്തിന്റെ സ്റ്റൈലാണ്. അത് നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ, ടർക്കി, ഈജിപ്ത് മുഖേന രണ്ടു കൂട്ടരും സമ്പർക്കത്തിലാണ്. അത് എങ്ങോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. ഈ ഗൾഫ് മേഖലകളിലാണ് ഇത് കൂടുതലായി തന്നെ ഇത് വ്യാപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് കൂടുതലായി ബാധിച്ചിരിക്കുന്ന യുദ്ധം നമുക്കറിയുന്നത് പോലെ. ഇത് ഗൾഫ് മേഖലയിൽ മാത്രമല്ല, ഇത് ലോകം മുഴുവനുള്ള രാജ്യങ്ങളെയും ഇത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് എങ്ങനെ, ഏതൊരു സമവായത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് യുദ്ധം അവസാനിക്കാനുള്ളൊരു സാധ്യത? അങ്ങനെ എന്തെങ്കിലും ഒരു സമവായത്തിലേക്ക് ഇറാനും ഇസ്രയേലും വളരെ പെട്ടെന്ന് കടക്കുമെന്ന് നമുക്ക് കരുതാനാകുമോ? ഇതിൽ മൂന്ന് പ്രധാനപ്പെട്ട രാജ്യമല്ല, ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടേഴ്സ് ട്രംപും നെതന്യാഹുവാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇതിനൊരു അത്രയും വേഗം ശാന്തി വേണമെന്നുള്ളത് ഇറാന്റെ ആഗ്രഹമാണ്, ഇറാന്റെ ആവശ്യമാണ്. പക്ഷേ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രയും നാളോ നീണ്ടു നിർത്താൻ സാധിക്കുമോ അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. കാരണം അവിടെ ഒരു ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്, പിന്നെ ബഡ്ജറ്റിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു, പിന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള കറപ്ഷൻ പ്രൊസീജിയർ അത് തൽക്കാലം സംഭവിച്ചിരിക്കുകയാണ്. പക്ഷെ അത് വെടിനിർത്തൽ വന്നാൽ അത് പിന്നെ പുനരാരംഭിക്കും. അപ്പൊ അദ്ദേഹത്തിന് ഇത് നീട്ടിക്കൊണ്ടുപോകാനാണ് ആഗ്രഹം. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിർത്താനാണ് ആഗ്രഹം. കാരണം എണ്ണവില കൂടുന്നു, സ്റ്റോക്ക് മാർക്കറ്റ് തകരുന്നു. തന്നെയല്ല, മാഗയിലുള്ളവരും കൂടി ട്രംപിനോട് ചോദിക്കാൻ തുടങ്ങി, എന്തിനാണ് ഇതിൽ കയറി ചാടിയത്, എന്തിനാണ് ഞങ്ങളുടെ മക്കളെ ഈ ദൂരദേശത്തേക്ക് അയച്ച് അവരെ റിസ്ക് ചെയ്യിക്കുന്നത്. അപ്പൊ ട്രംപിനും ആഗ്രഹമുണ്ട്. പക്ഷെ അതേസമയത്ത് തന്നെ ട്രംപിന് അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷനെ പറ്റി, കാരണം അദ്ദേഹം പറയുന്നത് എപ്പോഴും ശരിയാണ്, എല്ലാവരും അനുസരിക്കും, ആ ഒരു 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 ടെൻഡൻസി ഉണ്ടല്ലോ, മെഗലോമീനിയ, അത് കാരണമാണ് അദ്ദേഹം ഇത് കളിക്കുന്നത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇത് അടുത്ത് തന്നെ അവസാനിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ ഗ്രൗണ്ട് ഇൻവേഷൻ തുടങ്ങിയാൽ അത് വലിയൊരു തിരിച്ചടിക്കാൻ, ട്രംപിനെ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. ആ ഗ്രൗണ്ട് ഇൻവേഷൻ ജയിക്കാൻ പോകുന്നില്ല. നമുക്കറിയാം, ഇറാഖ് ഏതാണ്ട് ഇറാന്റെ 1/4 ഉള്ള ഏരിയ, അവിടെ ഇൻവേഡ് ചെയ്യാനായിട്ട് 160,000 ട്രൂപ്സിന് അയക്കേണ്ടി വന്നു. ട്രംപ് ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് 7,000 കൂടി വന്നാൽ 8,000 ആവുള്ളൂ. കാരണം അമേരിക്കയ്ക്ക് കൂടി ട്രൂപ്സിനെ അയക്കാൻ ഒരുപാട് സമയമെടുക്കും, മനസ്സിലായില്ലേ? അത് പലരും മനസ്സിലാക്കുന്നില്ല. അപ്പോ എന്റെ അഭിപ്രായത്തിൽ ട്രംപ് അടുത്ത് തന്നെ വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തും. ഞാൻ ഇനി ക്യൂബയിലേക്കാണ് പോകാൻ പോകുന്നതെന്ന് അദ്ദേഹം പറയും. അദ്ദേഹം അനുസരിച്ചാൽ നെതന്യാഹുവിന് അത് അനുസരിക്കേണ്ടി വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.